ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനി, വന്ദ്യനായ കൊറപ്പിസ്കോപ്പ അച്ഛൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, വലിയ നോമ്പ് സമാഗതമായി. ഇന്നലെ സന്ധ്യയോടുകൂടി ഈ യാത്ര ആരംഭിച്ചു. സന്ധ്യയായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കുളിർമയും അതിൻ്റെ ഒരു സൗമ്യതയും നമുക്കുണ്ടായി. രാത്രിയിൽ ആ യാത്ര തുടർന്നു. കുറച്ചുകൂടി ശാന്തതയും കുറച്ചുകൂടി സൗമ്യതയും നമുക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. രാവിലെ മുതൽ നമ്മൾ യാത്ര തുടർന്ന് ഉച്ചയടുത്തപ്പോൾ മനസ്സിലായി ഇതത്ര ലളിതമായൊരു യാത്രയാണ്. പകൽക്കാലത്തെ ചൂട് അസഹനീയമായി തോന്നുകയാണ്. ചുറ്റും നാം നോക്കുമ്പോൾ ചൂടിൽ നിന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ അനേക വൃക്ഷങ്ങൾ അതിൻ്റെ വലുതും ചെറുതുമായ ഇലകൾ ഒഴിച്ചു കിടക്കും. ഇലകൾ ഒഴിഞ്ഞു പോകുമ്പോൾ അംശാംശമായി അതിൻ്റെ കറ കൂടെ പുറത്തേക്ക് പോകും. എന്നാൽ ആ ജീവൻ പൂർവാധികം ശക്തിപ്പെടുകയും ഈ പ്രതികൂലതകൾക്ക് ശേഷം കൂടുതൽ കരുത്താർജിച്ച് ആ ജീവൻ നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് നമ്മെ നമ്മുടെ യാത്രയിലുള്ള പാരസ്പരിക ബന്ധത്തെയും, ഈ ചൂടിന് കാരണമെന്ത്, ഈ സുഗമമായി ആരംഭിച്ച് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച 40 ദിവസത്തെ യാത്ര, കുരിശോളം ചെല്ലുന്ന യാത്ര, കുരിശാനന്തരം ഉള്ള പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയോടെ, വ്രതാനുഷ്ഠാനങ്ങളോടെ കർത്താവിൻ്റെ പരിപാവനമായ പങ്കപ്പാടുകളെ അനുസ്മരിപ്പിക്കുന്ന ദിവസങ്ങളിലേക്കുള്ള ആ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല നിർവഹിക്കുന്നത്. എൻ്റെ ചുവടുകൾ എടുത്ത് വെക്കുമ്പോൾ ഞാൻ എത്രമാത്രം ഒരുക്കം നടത്തിയിട്ടും എന്നെ പിന്നിലേക്ക് വലിക്കുന്ന, എൻ്റെ ശ്രദ്ധ പതറിപ്പോകുന്ന ബാഹ്യ സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പിതാക്കന്മാർ നോമ്പിൻ്റെ ക്രമങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഈ ഉച്ച സമയത്ത് ഇതാ ഒരു പ്രത്യേക ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നു. ശുഭഖോനോ ശുശ്രൂഷ, ക്ഷമിക്കുന്നതിൻ്റെ, പൊറുക്കുന്നതിൻ്റെ, അനുരഞ്ജനപ്പെടുന്നതിൻ്റെ ഉദാത്തമായ ആത്മീയമായ ആവിഷ്കാരമാണ്. ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ, ഈ ശുശ്രൂഷ മുഖാന്തരം ലഭിക്കുന്ന അനുഗ്രഹത്താൽ, ഈ ശുശ്രൂഷയിൽ കർത്താവ് നമ്മളോട് കൽപ്പിച്ചരുൾ ചെയ്യുന്ന വചനങ്ങൾ നിർവഹിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാകുന്നു. ഈ യാത്രയിൽ തിരിച്ചറിയുന്നത് കടം കൊണ്ടിട്ടുള്ളതിനെ, കടപ്പാടുകളെ കടം വീട്ടേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് നമ്മൾക്ക് ബോധ്യം ഉണ്ടാകേണ്ടത്. യേശുദമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്ന ആ വചനങ്ങൾ എത്ര ആശ്വാസം നൽകുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ യേശുദമ്പുരാൻ ഇപ്രകാരം കൽപ്പിച്ച് അരുളി ചെയ്യുന്നു: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ വേദഭാഗത്തിൻ്റെ അവസാനം ഇത് പോസിറ്റീവായിട്ട് യേശുദമ്പുരാൻ പറയുന്നെങ്കിൽ, ഇനിയും അതിൽ നിന്ന് അന്യമായി പോയാൽ ഉണ്ടാകാമാവുന്ന അപകടത്തെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ സഹോദരനോട് സഹോദരിയോട് ഹൃദയപൂർവം കുറ്റം ക്ഷമിക്കാതിരുന്നാൽ
സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. സ്വർഗസ്ഥനായ പിതാവ് എന്നോട് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിക്കേണ്ടതിന് വളരെ ലളിതമായ, വളരെ സുതാര്യമായ ഒരു ശുശ്രൂഷയിലൂടെ അത് സാധിക്കുമെന്നുള്ള ഒരു വാതിൽ തുറന്നത് എത്ര മഹനീയമാണ്. വിശുദ്ധ ഏവെങ്കിലേൻ ഭാഗത്തിന് ശേഷവും വീണ്ടും നാഥാ വാതിലിൽ മുട്ടുന്നു എന്ന ആ ഗാന ശകലത്തിന് ശേഷവും വീണ്ടും കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾ മുട്ടുന്നു, ഞങ്ങളുടെ അപേക്ഷയാണ് അവിടെ വന്ന് മുട്ടുന്നത്. നീ തിരിഹിതമായി വാതിൽ തുറന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. നിന്റെ സ്നേഹമാണല്ലോ ഞങ്ങളെ അന്വേഷിച്ച് ഈ ലോകത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നത്. ആ സ്നേഹത്തെ പ്രതി വീണ്ടും ഞങ്ങളെ സ്വീകരിക്കണമേ എന്നുള്ള ശുഭപ്രതീക്ഷ നൽകുന്നതായ ഒരു അഭ്യർത്ഥനയാണ് നാം അവിടെ നടത്തിയിരിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കാണ് ഈ അധികാരം കൊടുത്തത്. ഉദ്ധിതനായ കർത്താവ് വീണ്ടും ഈ അധികാരം, ഇത് അധികാരം എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മൂലം സംജാതമായ ഒരു സൗഭാഗ്യ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ട് മനുഷ്യർക്ക് നൽകിയതായ ഒരു പ്രത്യേകമായ പ്രിവിലേജാണ്, അധികാരമല്ല. എന്നാൽ അത് എക്സർസൈസ് ചെയ്യുമ്പോൾ അധികാരത്തിൻ്റെ അംശം കൂടി അതിൽ വന്നു ഭവിക്കും എന്ന് നമുക്ക് അറിയാം. 2-3 പേർ ഏക മനസ്സോടുകൂടി കൂടുമ്പോൾ ഞാൻ ആഗതനാകുകയും അവരുടെ അഭ്യർത്ഥന കേൾക്കുകയും ചെയ്യുമെന്ന് കർത്താവ് തിരുമായി മൊഴിഞ്ഞപ്പോൾ പ്രായോഗികമായി അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നന്നായി അറിയാവുന്നയാളാണ് ശമോൻ പത്രോസ്. യേശു മറ്റൊരു സാധ്യത കൂടെ തുറന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് നന്നായി അറിയാവുന്ന ശീമോൻ പത്രോസ് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് കുറ്റം ചെയ്താൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? എനിക്ക് പരിചയമില്ലാത്ത ഒരാളിനോട് 2-3 പേരെ കൂട്ടി ഒന്നിച്ചിരുന്നാൽ അത് സാധിക്കുമോ? ഞാനും എൻ്റെ സഹോദരനും കൂടെ ഒന്നിച്ചിരിക്കണമെങ്കിൽ എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കണമെന്ന് പത്രോസിനറിയാം. അങ്ങനെ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നുള്ള പ്രായോഗികമായ ആ ചിന്തയാണ് യേശുവിൻ്റെ അടുക്കൽ തന്നെ ഈ ചോദ്യം ഉന്നയിക്കാൻ ഇടയാക്കിയത്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും പത്രോസ് ശ്ലീഹ യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുകയാണ്, എൻ്റെ സഹോദരൻ എന്നോട് കുറ്റം ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം? ഞാൻ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് ചെയ്യുന്ന തെറ്റുകൾ ഞാൻ ക്ഷമിക്കുക. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ ആരോടാണോ തെറ്റ് ചെയ്തത് അത് ക്ഷമിക്കേണ്ട സഹോദരനും എനിക്ക് ചുറ്റുമുള്ളവരുണ്ട്. 2 തലം വേണം. അല്ലാതെ വിദേശത്തുനിന്ന് വരുന്ന ആളിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയും അടുത്തുള്ള സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ റിക്കൺസിലിയേഷൻ ആകത്തില്ല. എന്ത് സാമൂഹ്യമായി മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ആസ്പെക്റ്റാണ് യേശു തമ്പുരാൻ്റെ ഓരോ വചനവും സുവിശേഷത്തിൻ്റെ വെളിച്ചവും. അത് വളരെ എളുപ്പം സാധിക്കും. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എന്നോട് ക്ഷമിക്കേണ്ട ഒരാളും ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ. ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാവരും പരസ്പരം ബന്ധിതരാകുന്നുവെന്നതാണ്. ഇവിടെ ആലപിച്ച ഗാനങ്ങളിൽ ഒന്നുണ്ട്, അതിൽ പ്രത്യേകം പറയുന്നു, ശരീരത്തിൽ നമുക്ക് ഛിദ്രങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ മൗലി ഒന്നാകുന്നു, അതിൻ്റെ ശിരസ് ഒന്നാകുന്നു. അതുകൊണ്ട് പരസ്പരമൊക്കെ ഈ അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഛിന്ന ഭിന്നമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചാലും ശിരസ് ഒന്നാകിയാൽ ആ ശിരസിനെ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒന്നിച്ചു ചേരേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യം പാരസ്പര്യ ബന്ധത്തിലൂന്നിയ, സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ, ക്രിസ്തുവെന്ന ഏക ശരീരത്തിലെ അവയവങ്ങളായി ശിരസിനെ അനുസരിക്കുന്നവരെന്ന നിലയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ക്ഷമിച്ചാൽ മാത്രം പോരാ, അതിന് പറ്റിയ വ്യവസ്ഥകളുള്ള മറ്റ് സംവിധാനങ്ങൾ ഇതിന് പുറത്തുണ്ട്. ക്രിസ്തീയ ആധ്യാത്മീയതയിൽ അതല്ല.
നമ്മുടെ ഈ യാത്രയിൽ നാം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്തുള്ള ഈ യാത്രയിൽ എൻ്റെ സഹോദരൻ എന്നോട് പാപം ചെയ്ത് അങ്ങനെ എനിക്ക് ബോധ്യം വന്ന് ഞാൻ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? യേശു നൽകുന്നത് അനന്തമായ സാധ്യതയാണ്, അതിൻ്റെ എണ്ണമല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. 7 7 70 7 × 7 49 × 70 3400 ചില്ലുവാനും തവണ ക്ഷമിക്കും. ഇത് അക്കമിട്ട് ഓർത്തിരുന്ന് ക്ഷമിക്കാൻ കഴിയുന്ന ആരും കാണത്തില്ല. നിന്റെ ആയുഷ്കാലം മുഴുവനും നീ ക്ഷമിക്കണമെന്ന ഒരു വലിയ സാധ്യത കർത്താവ് അവനോട് പറയുകയാണ്. യേശു തമ്പുരാൻ ശിമോൻ പത്രോസ് ചോദിച്ചതിന് ഉത്തരമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന നന്മയുടെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വക്താക്കളാക്കാൻ സാധിക്കുന്ന ലോകത്തിലെ സർവ മനുഷ്യർക്കും ജാതി ഭേദ ലിംഗ വർണ്ണ സ്ഥല കാല വ്യത്യാസം കൂടാതെ നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രത്തിലോ ഏത് മതത്തിൽ വിശ്വസിച്ചവനായാലും ഇതിനേക്കാൾ നല്ല ഒരു ഉദാഹരണം ആർക്കും നൽകാൻ കഴിയുകയില്ല. യേശു തമ്പുരാൻ പറയുകയാണ്, ഒരിടത്ത് ഒരു കടം കൊടുക്കുന്ന വ്യക്തി ഉണ്ടായിരുന്നു. സമ്പന്നനാണ്, യജമാനനാണ്. 1000 താലന്താണ് ഒരുവൻ കടം വാങ്ങിയത്. കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ മനുഷ്യൻ യജമാനന്റെ കാല് പിടിച്ച് അവനോട് ഇരന്ന് യാചിച്ചു. ഈ വേദഭാഗമൊക്കെ ഇതിൻ്റെ മൂലഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അർത്ഥഗർഭമായ പല വാക്കുകളും അതുപോലെ ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിലേക്കൊന്ന് ഇറങ്ങേണ്ടതും ആവശ്യമാണ്. താലന്താണ് 1000 10,000 താലന്ത. ഇംഗ്ലീഷ് ഭാഷയിലെ ടാലന്റ് എന്ന വാക്ക് ടാലന്റോൺ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്. ഭാരം തൂക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് അത്. ഭാരത്തിൻ്റെ ഒരു യൂണിറ്റ്. ടാലന്റ് താലന്ത് എന്നത് തമ്മിൽ മലയാള ഭാഷയിലെ താലന്തിനും ഗ്രീക്ക് ഭാഷയോ അതിനോട് ചേർന്നുള്ള ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജായ സംസ്കൃതവുമായി ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും ഭാഷയിലേക്ക്, മനുഷ്യ സംസ്കാരത്തിലേക്ക് ഈ വാക്ക് ആദ്യമായി വന്നത് ഗ്രീക്കുകാരുടെ പശ്ചാത്തലത്തിൽ നിന്ന് ടാലന്റോൺ എന്ന വാക്കിൽ നിന്നാണ്. ലാറ്റിൻ ഇതിന് തുല്യമായ ടാലന്റും എന്ന വാക്ക് വരുമ്പോൾ ഭാരത്തിന് വേണ്ടിയുള്ള ഒരു യൂണിറ്റും അതുപോലെ തന്നെ കടം കൊടുക്കുന്നതിൻ്റെ ഒരു യൂണിറ്റുമായി വരികയാണ്. കടമെല്ലാം ഭാരമാണ്, ഭാരമായിരിക്കുന്നത് എല്ലാം കടവുമാണ്. അപ്പോൾ ഭാരമൊഴിക്കുക, കടം കൊടുത്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്ന ആ ഷിബ്ഖോനോ എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം ക്ഷമിക്കുക, മറക്കുക എന്നാണ്. മലയാളത്തിലേക്ക് നമ്മളത് വിവർത്തനം ചെയ്യുമ്പോൾ പഴയ ഭാഷയിൽ ഉപയോഗിക്കുമായിരുന്നു മറക്കുക, പൊറുക്കുക. നമ്മുടെ മറവി, നമ്മുടെ ഓർമ്മയിൽ നിന്ന് അതിനെ അങ്ങ് എന്നേക്കുമായി മായ്ച്ചു കളയുന്നതാണ് പൊറുക്കുക. പക്ഷേ നമുക്കൊരു അസുഖമുണ്ടായാൽ അതിൻ്റെ ശാന്തിക്കും ഉപയോഗിക്കുന്ന മലയാള ഭാഷ എന്താ? രോഗം പൊറുക്കുക, പ്രത്യേകിച്ചൊരു വ്രണം പൊറുക്കുക. ഇന്നൊന്നും ആ വാക്കത്ര പ്രചാരത്തിലല്ല, കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും മറന്ന് പൊറുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുറിവുകളും നമ്മുടെ ഭാരവും ദൈവവും പൊറുക്കുകയും മറക്കുകയും ചെയ്യുള്ളൂ. അത് വ്യക്തമായി യേശു തമ്പുരാൻ മനസ്സിലാക്കിയിട്ട് പറയുക. അങ്ങനെ അവൻ ആ യജമാനന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. പ്രോസ്കുനേയോ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് അവന് മുമ്പിൽ അഷ്ടാംഗ പ്രണാമം ചെയ്ത് അവനോട് യാചിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു മാർഗവുമില്ല. എൻ്റെ സ്വന്തം ഭവനക്കാർ, എൻ്റെ വീട്ടിലെ മറ്റ് അംഗങ്ങൾ, എൻ്റെ സ്വജനത്തിൻ്റെ മുമ്പിൽ എനിക്കുണ്ടാകുന്ന അപമാനം എത്ര വലുതാ. ആ അപമാനത്തേക്കാൾ കൂടുതൽ ഒന്നുമില്ലാത്തവരായി തീരും. വീടും കൂടും നാടും ദേശവും ഇല്ലാത്തവരായി
വഴിയാധാരമാകുന്ന ആ ഭീഭത്സമായ അവസ്ഥയെക്കുറിച്ച് അവൻ ചിന്തിച്ചിട്ട് അവനെ കൊണ്ട്, ശരീരം കൊണ്ട്, അവൻ്റെ വാക്കുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് വാ കൊണ്ട് പറഞ്ഞ് ശരീരം കൊണ്ട് കാണിക്കുകയാണ്. നിലവിളിച്ച് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ആ യജമാനൻ മനസ്സ് അലിഞ്ഞു. മലയാള ഭാഷയിൽ മനസ്സലിഞ്ഞു യജമാനൻ്റെ എന്നുള്ളതിന് തുല്യമായ മൂലഭാഷയിലെ വാക്ക് സ്പ്ലാങ്കിക്സോ എന്നുള്ളൊരു വാക്കാണ്. ആ വാക്ക് മെഡിക്കൽ ഒരു ടേമാണെന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ ഈ നെഞ്ചിൻ്റെ ഭാഗം കഴിഞ്ഞ് ഈ വയറിൻ്റെ ഭാഗത്ത് ചുറ്റുപാടും നമ്മുടെ വാരിയലുണ്ട്. നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഇത് ഉയരുകയും താഴുകയും ചെയ്യും. നമുക്ക് അമിതമായ സന്തോഷമുണ്ടായാൽ ഇത് കൂടുതൽ വികസിച്ച് ശോഷിക്കും. ഉത്കണ്ഠയുണ്ടായാൽ, ദുഃഖമുണ്ടായാൽ ഇതുണ്ടാകും. അപ്പോൾ ഈ മനുഷ്യന്റെ പ്രാർത്ഥനയും കണ്ണുനീരും യാതനയും അഭ്യർത്ഥനയും കണ്ടിട്ട് യജമാനൻ അവനോട് സഹതപിച്ച് അനുതപിച്ച് അവനോട് ചേർന്ന് അവൻ്റെ മനസ്സ് അലിഞ്ഞ് ആ മനസ്സ് ആ മനുഷ്യനിലേക്കായി തീർന്നു. മനസ്സ് അലിഞ്ഞുപോയി. അവൻ്റെ താപം അവൻ്റെ ചൂടിനോട് ചേർന്നു, സഹതപിച്ചു. അങ്ങനെ അവൻ സന്തോഷത്തിലേക്കും അവൻ അഭിമാനത്തിലേക്കും അവൻ്റെ സ്വത്വബോധം നിലനിർത്തിക്കൊണ്ട് തന്നെ തിരിച്ചു വരുവാനിടയായി. എത്ര ഭീഭത്സമായ ഒരു അവസ്ഥയിൽ നിന്നാണ് മറ്റൊരു ലോകത്തേക്ക് അവൻ മാറ്റപ്പെട്ടു. ആ യജമാനൻ്റെ കരുണ, ആ യജമാനൻ്റെ സ്നേഹം, ആ യജമാനൻ്റെ കരുതൽ അവൻ നന്നായി രുചിച്ച് അറിഞ്ഞു. അങ്ങനെ സന്തോഷവാനായി അങ്ങനെ പോകുമ്പോൾ അവനോട് കടപ്പെട്ടിരുന്നതായ ഒരു മനുഷ്യനെ വഴിയിൽ വെച്ച് കാണാനിടയായി. അവനെ കണ്ടു. 10,000 താലന്താണ് അവൻ ഇളച്ച് ലഭിച്ചതെങ്കിൽ 100 ദിനാറോ സാമ്പത്തികമായ മോണിറ്ററി യൂണിറ്റിനായിട്ടും ടാലന്റ് ഓൺ ടാലന്റ്, താലന്ത് ഉപയോഗിക്കുമായിരുന്നു. അപ്പോ 100 താലന്ത്, 10,000 താലന്ത് ലഭിച്ചവൻ 100 ദിനാറോ ലഭിച്ചവനെ പിടിച്ചു. വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്കറിയാം. അവൻ്റെ കഴുത്തിന് പിടിച്ച്, അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയിട്ട് ഇത് തന്നേ മതിയാവൂ എന്ന് അവൻ പ്രത്യേകം പറഞ്ഞു. തന്നു തീർത്തുകൊള്ളാമെന്ന് അവൻ അപേക്ഷിച്ചു, അവൻ ചെയ്തതുപോലെ. പക്ഷെ ആ അപേക്ഷ അവൻ തള്ളിക്കളഞ്ഞ് അവൻ ആ കടം കൊടുത്തു തീരുവോളവും കാരാഗൃഹത്തിൽ ആക്കി എന്നതാ. പ്രിയമുള്ളവരെ, പരസ്പരം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുവാൻ, ക്ഷമിക്കുവാൻ ഉദാത്തമായ മാതൃക നമുക്ക് കാണിക്കുന്നത് ഒന്നാമത് യേശു തമ്പുരാൻ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ ശുഭകോന ശുശ്രൂഷയോടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യവർഗത്തിന് മുമ്പിൽ ഇന്ന് തുറന്നു തന്നു. അപൂർവപൂർവമായ ഒരു സാമൂഹ്യ ദർശനത്തോടെ തുറന്നു തന്നു. ഞാൻ ആ വലിയ യജമാനൻ മറ്റാരുമല്ല, യേശുക്രിസ്തു വിരൽ ചൂണ്ടിക്കാണിക്കുന്ന പിതാവാം ദൈവം പുത്രനിലൂടെ ആ സ്നേഹം അനുഭവിച്ച്, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപ, ആ സ്നേഹത്തെ ചാലിച്ച കൃപയിലൂടെ മനുഷ്യവർഗത്തിന് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഞാൻ കടം കൊടുത്ത് തീർക്കേണ്ടി വരും, എനിക്ക് കടം തന്നു തീർക്കേണ്ടി വരും. ഇവിടെ സാമ്പത്തികമായ കടപ്പാടുകളൊന്നുമല്ല, പാപം ചെയ്ത് മനുഷ്യൻ വരുത്തിയിട്ടുള്ള കടപ്പാടുകളാണ്. ഇവിടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആ വാക്കുണ്ടല്ലോ, എൻ്റെ സഹോദരൻ എന്നോട് കുറ്റം ചെയ്താൽ, കുറ്റമെന്നുള്ള വാക്ക് പാപമെന്നാണ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ കുറ്റമെന്തോ പാവമെന്തോ എന്ന് വേർതിരിക്കപ്പെടും. മൂലഭാഷയിൽ ഹമാർട്ടിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് സിന്നെന്ന, എന്നോട് കടം എന്നാണ് ഇവിടെ പറയുന്നത്, കുറ്റം ചെയ്താൽ എന്നാ. എന്നാൽ മൂലഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ എനിക്കെതിരെ പാപം ചെയ്തു എന്നാ. എന്നോട് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ ചെയ്തു, എന്നോട് ചെയ്തു. എന്നാൽ അതിനേക്കാൾ അല്പം കൂടെ അർത്ഥം വ്യക്തമാകും, എനിക്കെതിരെ. അതാണ് നമ്മളെ കാണുമ്പോൾ എന്തുകൊണ്ട് തിരുമേനി എന്ന് പറയുന്ന എത്ര ആളുകൾ നമുക്കെതിരെ ചരട് വലിക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾക്കറിയാമോ?
നമ്മുടെ കൂട്ടത്തിൽ, നമ്മളെ കാണുന്നിടത്ത്, നമ്മളെ പ്രവർത്തിക്കുന്നിടത്തും ഒക്കെ വളരെ സ്നേഹം പ്രകടിപ്പിക്കും. എന്നാൽ നമ്മെ മോശമാക്കി ഏത് സ്ഥലത്തും ചിത്രീകരിക്കുന്നതിൽ നമ്പർ 1 ആളുകൾ അവർ തന്നെയാണ്. ഇത് മറ്റാരും പറഞ്ഞതല്ല, യേശു തമ്പുരാൻ പറയുകയാണ്, ഒരുത്തൻ്റെ ശത്രു അവൻ്റെ വീട്ടിലുള്ളവരല്ല. വിദേശത്ത് വന്ന് ടാറ്റ കാണിച്ചു പോകുന്ന ആളല്ല, അവൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആളാണ്, അവൻ്റെ വീട്ടിൽ നിന്ന് പോയവനാണ് അവൻ്റെ വലിയ ശത്രു. നമ്മൾ ആലോചിക്കും. അപ്പോൾ പാപത്തെക്കുറിച്ചാണ്. കടപ്പാടുകളൊന്നുമില്ല, അതൊക്കെ ആധാരം വെച്ച് നിങ്ങൾ മേടിക്കുകയും തിരിച്ചു കൊടുക്കുകയും ഗവൺമെന്റിന്റെ വ്യവസ്ഥയനുസരിച്ച് ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതിനേക്കാൾ ദൈവസ്നേഹവാനായി നിൽക്കുന്ന, മനുഷ്യരോട് ക്ഷമിക്കുന്ന, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന നിങ്ങളും ഞാനും പരസ്പരം ചെയ്തിട്ടുള്ള എല്ലാ അധർമ്മവും, ഓരോ അധർമ്മവും പാവമാകുന്നു. ആ പാപത്തെ ഹൃദയപൂർവം ഏറ്റുപറഞ്ഞ് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ഈ ശ്രവണപതിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്നോട് വിദ്വേഷമോ പാവമോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തിട്ടുള്ളവരോട് ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാകുകയില്ല. ഓരോരുത്തരെയും കണ്ട് എന്നോട് ക്ഷമിക്കണമേ, ഓരോരുത്തരും എന്നോട് ക്ഷമിക്കണേ എന്ന് ഹൃദയപൂർവം, ഹൃദയപൂർവം അങ്ങനെ പറഞ്ഞ് റെക്കൺസിലിയേഷൻ നേടാതെ നമുക്ക് ഈ യാത്ര സുഗമമായി പോകാൻ സാധിക്കുകയില്ല. ഇതൊരു വലിയ തീർത്ഥയാത്രയാണ്. ഈ യാത്രയുടെ പ്രചോദനവും മാർഗനിർദ്ദേശവും ലക്ഷ്യവും നേതാവും യേശുക്രിസ്തു തന്നെയാണ്. അവൻ്റെ കുരിശിനെ വഹിച്ചുകൊണ്ട്, കുരിശ് വഹിക്കുവാനായി ഒരുങ്ങിപ്പോകുന്ന യേശുവിൻ്റെ പിന്നാലെ നമ്മൾ ഇതാ യാത്ര ചെയ്യുന്നു. ഈ യാത്രയിൽ ആയുധം ആവശ്യമാണ്. അതിന് ഉത്തമമായ ആയുധമാണ് നോമ്പ്. ആ നോമ്പിൽ ഉപയോഗിക്കുന്ന, നോമ്പാകുന്ന ആ യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഉപകരണം തേച്ച് മിനുക്കി നല്ല മൂർച്ചയുള്ളതാക്കി തീർക്കണം. മറ്റൊരു മാർഗവും മെറ്റീരിയലായി അതിന് ചെയ്യാൻ സാധിക്കുകയില്ല. മനസ്താപമുണ്ടാകണം, മനസ്സലിവുണ്ടാകണം, കരുണയുണ്ടാകണം, ക്ഷമിക്കണം. എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു തമ്പുരാൻ തൻ്റെ ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചപ്പോൾ അവൻ്റെ ചുറ്റുപാടിലും അവനെ തളർത്തത്തക്ക രീതിയിലുള്ള അപ്പം, കല്ല് അപ്പമാക്കി വിശപ്പ് മാറ്റാമെന്ന് ചോദിച്ചു. രണ്ടാമത് ദേവാലയത്തിലാണ് കൊണ്ടുപോയത്. ദൈവത്തോടുള്ള ബന്ധം മനുഷ്യനൊന്ന് സാധ്യമാക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് മനുഷ്യരിന്ന് നോക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഹൃദയം വേണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ വീടിന് അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അത് പറിച്ചു കൊടുക്കുക. ഒരാളിൻ്റെ തലയോട്ടിയിൽ രക്തമൊഴിച്ച് അത് അർപ്പിച്ചാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നിഷ്കരണം അത് ചെയ്യുകയാണ്. അത്രമാത്രം ദൈവത്തോട് ബന്ധപ്പെട്ട് ഇതിനെ നേടാമെന്ന് വന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യരോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കും? മൂന്നാമത്, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയുടെ മുകളിൽ നിർത്തിയ നമുക്ക് ആരാധന ലഭിക്കുന്ന, മഹത്വം ലഭിക്കുന്ന സർവവും എൻ്റേതാ. ലോകരക്ഷകനായ യേശു മിശിഹാ തമ്പുരാൻ വിശുദ്ധ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ ഈ ലോക ജീവിതത്തിൽ തൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ ഇത് നേരിടേണ്ടി വന്നെങ്കിൽ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളുമാകുന്ന ആ ഉണങ്ങിയ മരങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഭാഗ്യസമ്മർദ്ദം എത്രമാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാം, ക്രിസ്തുവിനെ തന്നെ മുറുകെ പിടിക്കാം, ക്രിസ്തുവിനെ പിൻപറ്റാം. ഹൃദയപൂർവമായ ഒരു മാനസാന്തരം, ഹൃദയപൂർവമായ ക്ഷമിക്കൽ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം കൂദാശാപരമായി ഇത് മുഖാന്തരമായി തീരട്ടെ. ഇതിൽ നിന്ന് ലഭിക്കുന്ന ദൈവകൃപ മൂലം വരും ദിനങ്ങളിൽ നമുക്കെല്ലാവരോടും ക്ഷമിക്കാൻ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ശുഭപ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ഹൃദയപൂർവ്വം ഈ യാത്ര തുടരുവാൻ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളോട് ക്ഷമിച്ച് നമ്മുടെ കടങ്ങൾ പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് ഭാരം ലഘുവാക്കി യാത്ര തുടരാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ നന്മകളും സർവർക്കും നേർന്നുകൊണ്ട് ലളിതമായ വാക്കുകൾ അവസാനിക്കുന്നു.